നമസ്കാരം. പ്രധാന വാർത്തകൾ. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് പാലക്കാട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാവുന്ന നഷ്ടം കണക്കാക്കിയ സർക്കാർ സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നഷ്ടം കൂടി കണക്കാക്കി പാക്കേജ് അനുവദിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ സംഘടന. ഇന്ധനവില വർധനവിന് പുറമെ വിവിധ നികുതി വർധനവും ഗതാഗത പരിഷ്കാരവും തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നും നേതാക്കൾ. ഇന്ധനവില അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെട്രോളിയം കമ്പനികളുടെ വില നിയന്ത്രണ അധികാരം എടുത്തുകളയണമെന്ന CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ്. ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവകളും നികുതികളും കുറയ്ക്കണമെന്നും TK നൌഷാദ്. പെട്രോൾ വില വർധനവിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ വാണിയംകുളത്തും CITUവിന്റെ പ്രതിഷേധം. ഒറ്റപ്പാലത്ത് തെരുവുനായയുടെ ആക്രമണം, 7 പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായയ്ക്ക് പേവിഷബാധ ഉള്ളതായും സംശയം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അഴിമതിയുടെ ധൂർത്തും അനീതിയും UDF സർക്കാർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. LDF സർക്കാരിന്റെ ജനവിരുദ്ധ ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കൊടിക്കുന്നിൽ സുരേഷ്. KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റിനായി താൻ വാദമുന്നയിച്ചിട്ടില്ലെന്നും KPCCയിലും DCCകളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. കുളപ്പള്ളി പട്ടാമ്പി ഹൈവേ റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്ന ഭാരതീയ മസ്ദൂർ സംഘ്. ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് 5 വർഷം പിന്നിട്ടെന്നും LDF സർക്കാരിന്റെ അനാസ്ഥയാണ് റോഡ് പ്രവൃത്തി നീളാൻ കാരണമെന്നും ഭരണം മാറിയ സാഹചര്യത്തിൽ റോഡ് ഉടൻ പൂർത്തിയാക്കണമെന്നും BMS ജില്ലാ സെക്രട്ടറി K രാജേഷ്. BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് സമ്മേളനം ഓങ്ങല്ലൂരിൽ. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന അംഗങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും 12 കോച്ചുകളിൽ നിന്ന് 16 കോച്ചുകളാക്കി ഉയർത്തണമെന്നും വള്ളത്തോൾ നഗർ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കായി മുടങ്ങുന്ന ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടിക്കണമെന്നും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് വള്ളത്തോൾ നഗറിൽ 100 കണക്കിന് യാത്രക്കാർ വലയുകയാണെന്നും ഭാരവാഹികൾ. സ്റ്റോപ്പില്ലാത്ത 62ഓളം ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ വഴി കടന്നുപോകുന്നുണ്ടെന്നും ഇതിൽ ചില വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുമെന്നും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറയുടെ തൂണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. മരിച്ചത് കുഴൽമന്നം തെക്കേക്കര പെരിങ്കുന്നം ചേരിങ്കൽ പറമ്പിൽ 40 വയസ്സുള്ള രാമദാസ്. അപകടം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് കുളം നവീകരണത്തിനിടെ മണ്ണുമാന്തി യന്ത്രം ചേറിൽ താഴ്ന്നു. മുള്ളൂർക്കരയിൽ ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവ് കാഴ്ച. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ഇറങ്ങിയ കാട്ടാന വേലികളും മതിലും കൃഷിയും നശിപ്പിച്ചു. അപകടം തുടർക്കഥയായ കോട്ടായി ഓടനൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്നും സത്വര നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. ജംഗ്ഷനിൽ ഓരോ ദിവസവും 1ലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ. ലോകകപ്പ് ഒറ്റപ്പാലത്ത് ഫ്ലക്സ് യുദ്ധവും അവകാശവാദവും. ഫുട്ബോൾ ആവേശം മലപ്പുറത്തെ മറികടന്ന്. അർജന്റീന ഫാൻസിന്റെ 200 അടി ഫ്ലക്സിനെ മറികടക്കാൻ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ചത് 1300 സ്ക്വയർ ഫീറ്റ് അഡ്വർടൈസ്ഡ് ഫ്ലോട്ട് ഫ്ലക്സ്. ഏറ്റവും വലിയ ഫ്ലക്സുകൾ തങ്ങളുടേതെന്ന് ടീം ആരാധകർ. ഒറ്റപ്പാലം ലോകകപ്പ് ലഹരിയിൽ. വാർത്തകൾ വിശദമായി. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് പാലക്കാട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം കണക്കാക്കിയ സർക്കാർ സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നഷ്ടം കൂടി കണക്കാക്കി പാക്കേജ് അനുവദിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ സംഘടന ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനവിന് പുറമെ വിവിധ നികുതി വർധനവും ഗതാഗത പരിഷ്കാരവും തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡീസലിന്റെ വിലവർധന പിൻവലിക്കുക. ഡീസലിന്റെ വിലവർധന പിൻവലിക്കുക. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമ സംഘടന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സത്യൻ ഉദ്ഘാടനം ചെയ്തു. അടിക്കടിയുണ്ടാകുന്ന ഇന്ധനവില വർധനവ് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുകയാണ്. ഇന്ധനവില വർധനവിന് പുറമെ വിവിധ നികുതി വർധനവും ഗതാഗത പരിഷ്കാരവും തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കഴിഞ്ഞ 20 കൊല്ലത്തിനകത്ത് 3000-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ചു. സ്വകാര്യ ബസ് വ്യവസായം നിലനിർത്താനാവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ കഴിഞ്ഞ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം.
കൂടുതൽ സ്ത്രീകളും യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് സ്വകാര്യ ബസ്സിനെയാണ്. ഇതില്ലാതാവുന്നതോടെ സർവീസുകൾ നിർത്തിവെക്കേണ്ടി വരും. 14 വർഷമായി വർദ്ധിപ്പിക്കാത്ത വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുകയും ഡീസൽ സബ്സിഡി അനുവദിക്കുകയും വേണമെന്നും സ്വകാര്യ ബസ് ഉടമ സംഘടനകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കെ സത്യൻ ആവശ്യപ്പെട്ടു. ഈ UDF ഗവൺമെൻറ് കേരളത്തിലെ വനിതകൾക്ക് ഫ്രീ അനുവദിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ബസ് ഉടമകളെ സംബന്ധിച്ച് സ്ത്രീ യാത്രക്കാർക്ക് ഫ്രീ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. കാരണം ഈ ഇരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ഭാര്യമാരും പെങ്ങളും കുട്ടികളും സ്ത്രീകളുണ്ട്, അവർ യാത്ര ചെയ്തോട്ടെ. പക്ഷെ ഗവൺമെൻറ് ഒന്ന് ആലോചിക്കേണ്ടത് കേരളത്തിലെ 8000-ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളെ, അതിലെ ജീവനക്കാരെ, ആ വ്യവസായത്തെ ഇല്ലായ്മയാക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ജില്ലാ സെക്രട്ടറി കെ സുധാകരൻ, ജില്ലാ ട്രഷറർ കെ ഉണ്ണികൃഷ്ണൻ, പി കൃഷ്ണകുമാർ, റഷീദ്, പി രാധാകൃഷ്ണൻ, കെ സേതുമാധവൻ, VN ഗിരിപ്രസാദ്, VM ചെറിയാൻ, കെ ബാലകൃഷ്ണൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ധനവില അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെട്രോളിയം കമ്പനികളുടെ വില നിയന്ത്രണ അധികാരം എടുത്തുകളയണമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് പറഞ്ഞു. ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവകളും നികുതികളും കുറയ്ക്കണമെന്നും നൌഷാദ് ആവശ്യപ്പെട്ടു. CITUവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധനവില വർധനയ്ക്കെതിരെ CITU ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വില കുറയ്ക്കുമെന്ന വാഗ്ദാനം നൽകി അധികാരത്തിലേറിയ BJP സർക്കാർ ജനങ്ങളെ കൊള്ളടിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറിന് വീണ്ടും 29 രൂപ കൂട്ടിയതോടെ അടുക്കളയിൽ അടുപ്പ് പുകയാത്ത സ്ഥിതിയായി. യുദ്ധത്തിന്റെ പേരിൽ പെട്രോളിയം കമ്പനികൾ ജനത്തെ ചൂഷണം ചെയ്യുകയാണ്. ഇന്ധന പ്രതിസന്ധിയെ മറയാക്കി കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ശക്തിപ്പെടുന്നത് തടയാൻ നടപടി വേണമെന്നും TK നൌഷാദ് ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് നടന്നു, വോട്ടെടുപ്പിന് ശേഷം കൗണ്ടിങ്ങിന് നടന്നു. ആ ഫലപ്രഖ്യാപനത്തിന് ശേഷം പിന്നെ തുടരെ ഓരോ ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ലാഭം ലഭിക്കുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ 2 മാസക്കാലം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില വർദ്ധിക്കാത്ത സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായത്. ഡിവിഷൻ സെക്രട്ടറി V സുരേഷ് അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ PG രാംദാസ്, M ഹരിദാസ്, B വിജയൻ, K മുരുകൻ, A ഹേമലത, സമീർ ഖാൻ, K പഴനി, അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, S സഹദേവൻ, C കൃഷ്ണകുമാർ, TP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി വാണിയംകുളം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ലാഭമുണ്ടാക്കാനും പണമുണ്ടാക്കാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ പൊളിറ്റിക്സ് എന്ന് അതിനെ വിളിക്കുന്നു. ക്രൂഡ് ഓയിൽ പൊളിറ്റിക്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ഊർജ പൊളിറ്റിക്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക മുതലാളിത്ത രാജ്യങ്ങളാകെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതലാളിമാർക്ക്, അവരുടെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാനും അതിൻ്റെ പങ്കുപറ്റാനും വേണ്ടിയുള്ള ശ്രമമാണ് ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഈ ക്രൂഡ് ഓയിൽ വിഭവങ്ങൾ ഇന്ന് ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ജില്ലാ കമ്മിറ്റി അംഗം K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, P സിന്ധു, TP ഭാസ്കരൻ, M ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലത്ത് തെരുവ് നായയുടെ ആക്രമണം. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് വെച്ച് 7 പേർക്ക് നായയുടെ കടിയേറ്റു. കടിയേറ്റവർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവ് നായയ്ക്ക് പേവിഷബാധയുള്ളതായി സംശയമുണ്ട്. ഒറ്റപ്പാലത്തെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് തെരുവ് നായയുടെ ആക്രമണമേറ്റത്. 7 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ആശുപത്രിക്ക് ഉള്ളിൽ വെച്ചാണ് ഒരാൾക്ക് കടിയേറ്റതെന്ന് സൂചനയുണ്ട്. അത്യാഹിത വിഭാഗത്തിലേക്കും തെരുവ് നായ ഓടിക്കയറാൻ ശ്രമിച്ചു. വാതിലിന് അരികിലുണ്ടായിരുന്നവർ വേഗം അടച്ചതുകൊണ്ടാണ് നായയുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവർക്കും നടക്കാൻ ഇറങ്ങിയവർക്കുമാണ് കടിയേറ്റിരിക്കുന്നത്. തോട്ടക്കര
NCC ഓഫീസിലെ ആർമി ഉദ്യോഗസ്ഥനും കടിയേറ്റിട്ടുണ്ട്. താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവറായ തോട്ടക്കര സ്വദേശി 52-കാരൻ ബാബു, പാലാട്ട് റോഡ് കവലയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന 35-കാരനായ മൈലുംപുറം സ്വദേശി സന്തോഷ്, ഒറ്റപ്പാലം NCCയിലെ ആർമി ഉദ്യോഗസ്ഥൻ 39-കാരനായ ഹർണിക്ക്, കടയിൽ പാൽ വാങ്ങാൻ വന്ന 70-കാരനായ ശിവദാസ്, 37-കാരനായ വരോട് സ്വദേശി കൃഷ്ണദാസ്, 62 വയസ്സുള്ള KP സുരേഷ്, 54-കാരനായ തോട്ടക്കര സ്വദേശി സുരേഷ് കുമാർ എന്നിവർക്കാണ് കടിയേറ്റത്. എല്ലാവർക്കും കാലിലും തുടയിലുമാണ് കടിയേറ്റിരിക്കുന്നത്. മറ്റൊരാളെ കടിക്കാൻ പോയ നായയെ തുരത്തുന്നതിനിടയിലാണ് ബാബുവിന് കടിയേറ്റത്. ഹർണക്, സുരേഷ് കുമാർ എന്നിവർക്ക് സായാഹ്ന സഫാരിക്കിടെയായിരുന്നു കടിയേറ്റത്. സുരേഷ് കുമാർ നടന്നു പോകുന്നതിനിടെ വശത്തു കൂടി പോയ നായ പിന്നിലൂടെ വന്ന് കടിക്കുകയായിരുന്നു. പലരുടെയും ധരിച്ചിരുന്ന മുണ്ട് കടിച്ചു കീറിയ നിലയിലാണ്. തെരുവുനായ്ക്ക് പേവിഷബാധ ഉള്ളതായി സംശയിക്കുന്നുണ്ട്. കടിയേറ്റവർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അഴിമതിയും ധൂർത്തും അനീതിയും UDF സർക്കാർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. LDF സർക്കാരിന്റെ ജനവിരുദ്ധ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ മന്ത്രിമാർക്കും MLA-മാർക്കും DCCയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCCയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ മന്ത്രിമാർക്കും MLA-മാർക്കും നൽകിയ സ്വീകരണം കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ LDFന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണു. ചൂരൽമല പുനരധിവാസ ഫണ്ടിലും ക്ഷേമനിധികളിലും വരെ ധൂർത്തിനായി LDF കൈയിട്ട് വാരി. LDFന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും ചർച്ചയാവരുതെന്ന താൽപര്യം കൊണ്ടാണ് ധവളപത്രത്തെ എതിർക്കുന്നത്. ശബരിമലയിൽ ഉൾപ്പെടെ നടന്ന ധൂർത്ത് ആർക്കും മറക്കാനും പൊറുക്കാനുമാവില്ല. LDF സർക്കാരിന്റെ കാലത്ത് പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ എല്ലാ വേട്ടകളും അന്വേഷിച്ച് നടപടി സ്വീകരിക്കും. എല്ലാവർക്കും നീതി എന്നതാണ് UDF നയം. സർക്കാരും പാർട്ടിയും ഒന്നിച്ചു നീങ്ങും. ഇതിനായി ഏകോപന സംവിധാനമുണ്ടാകും. ജനം LDFന് കനത്ത പ്രഹരം നൽകാനുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് UDFന് ബോധ്യമുണ്ടാവണമെന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. 100 സീറ്റിന് മുകളിൽ നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ 102 സീറ്റ് നേടിയാണ് ഐക്യജനാധിപത്യമുള്ള അധികാരത്തിലുള്ളത്. നമുക്കറിയാം, ചില സീറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചത് ശ്രീ A. തങ്കപ്പൻ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരാജയം, നിർമ്മാണയുടെ പരാജയം ചെറിയ മാർജിനാണ് പരാജയപ്പെട്ടത്. അതുപോലെ കേരളത്തിൽ ഏതാണ്ട് 8-10ഓളം സീറ്റുകൾ, ഇപ്പോൾ നമ്മൾ മണലൂരിലെ പ്രതാപന്റെ പരാജയം 182 വോട്ടിലാണ് ശ്രീ TN പ്രതാപൻ പരാജയപ്പെട്ടത്. അതുപോലെ കേരളത്തിൽ ഏതാണ്ട് 7-10 സീറ്റുകളിൽ 1000-ന് താഴെയും 2000-ന് താഴെ വോട്ടുകൾക്കാണ് നമ്മൾ പരാജയപ്പെട്ടത്. അവിടെയും കൂടി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇടതുപക്ഷം ഒരു നാമമാത്രമായ പക്ഷമായി മാറുമായിരുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി KA തുളസി, MLA-മാരായ സുമേഷ് അച്യുതൻ, രമ്യ ഹരിദാസ് എന്നിവർക്ക് സ്വീകരണം നൽകി. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, P. ഹരിഗോവിന്ദൻ, P. ബാലഗോപാൽ, TH ഫിറോസ് ബാബു, V. രാമചന്ദ്രൻ, C. ബാലൻ, സിന്ധു രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KPCC പ്രസിഡന്റ് ആരാവണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. KPCC പ്രസിഡന്റിനായി താൻ വാദം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ KPCCയിലും DCCകളിലും മാറ്റങ്ങളുണ്ടാകും. DCC KPCC പുനഃസംഘടനയിൽ കോൺഗ്രസിൽ തർക്കങ്ങൾ ഇല്ല എന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പുനഃസംഘടന ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പാലക്കാട്ട് പറഞ്ഞു. DCC KPCC പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കങ്ങളില്ല. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പുനഃസംഘടനയുണ്ടാകും. കോഴിക്കോട് ജില്ലക്കാരനായ മന്ത്രിയാണ് T. സിദ്ദിഖ്. മന്ത്രിയില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ കോഴിക്കോട്ടുകാർക്കുണ്ടാകില്ല. എല്ലാ ജില്ലകളിലും സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ KPCCയിൽ ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള കാര്യം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം അത് വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്നലത്തെ യോഗത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അല്ല, KPCC അധ്യക്ഷൻ തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് 2 സ്ഥാനം കൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മന്ത്രിയും KPCC പ്രസിഡന്റുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരു നേതാവിനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് തീരുമാനമെടുക്കും. ദളിത് വിഭാഗത്തിൽ നിന്നൊക്കെ ഒരാൾ KPCC അധ്യക്ഷനാകാനുള്ള ഒരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് പോകും. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആരാകണം, കേരളത്തിലെ കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ക്ലെയിമും എനിക്കില്ല. ഞാനങ്ങനെ ക്ലെയിം പറയേണ്ട ആളല്ല. അങ്ങനെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനമാണ്. അതിന് യാതൊരു വസ്തുതയില്ല. പലരും അത് തന്നെ DCCയുടെ അതിന് 7ഓളം DCC പ്രസിഡന്റുമാരും MLA-മാരാണ്. അവരും മാറാൻ തയ്യാറായിട്ടുണ്ട്. അവിടെയും പുതിയ പ്രസിഡന്റുമാരെ കണ്ടെത്തേണ്ടി വരും.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന അംഗങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും 12 കോച്ചുകളിൽ നിന്ന് 16 കോച്ചുകളാക്കി ഉയർത്തണമെന്നും വള്ളത്തോൾ നഗർ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ പറഞ്ഞ് മുടങ്ങുന്ന വണ്ടി ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടണമെന്നും വള്ളത്തോൾ നഗറിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ചൊവ്വാഴ്ച ട്രെയിനില്ലാതെ വലയുന്ന അവസ്ഥയാണെന്നും കൺസൾട്ടേറ്റീവ് ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റോപ്പില്ലാതെ 62ഓളം ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ സ്റ്റേഷൻ വഴി കടന്നുപോകുന്നതിൽ കുറച്ച് വണ്ടികൾ വള്ളത്തോൾ നഗറിൽ നിർത്തിയാൽ മലബാർ മേഖലയിലെ യാത്രയ്ക്ക് ഉപകാരപ്രദമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മെമു ട്രെയിനിൽ ഭിന്നശേഷി കോച്ച് ഇല്ല. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിൽ ഭിന്നശേഷി കോച്ച് നിലവിലുണ്ട്. അതുകാരണം ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായതിനാൽ എൽഡർ ബഡ്ജറ്റ് അടങ്ങുന്ന നമ്മുടെ രാഷ്ട്രത്തിന് ഇത് അതിപ്രധാനമാണെന്നുള്ള ഇന്ത്യൻ റെയിൽവേയോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്കും റെയിൽവേ മിനിസ്റ്ററിനും ഡിവിഷണൽ റെയിൽവേ മാനേജരും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതാണ്. അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DRECC മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. കുളപ്പള്ളി പട്ടാമ്പി ഹൈവേ റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് BMS ആവശ്യപ്പെട്ടു. ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് 5 വർഷം പിന്നിട്ടെന്നും LDF സർക്കാരിന്റെ അനാസ്ഥ മൂലമാണ് റോഡ് പണി നീളാൻ കാരണമെന്നും ഭരണം മാറിയ സാഹചര്യത്തിൽ റോഡ് പണി വേഗത്തിൽ പൂർത്തിയാക്കി നടപടി എടുക്കണമെന്നും BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് ആവശ്യപ്പെട്ടു. ഓങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുളപ്പള്ളി പട്ടാമ്പി ഹൈവേ റോഡ് പണി തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. LDF സർക്കാരിന്റെ അനാസ്ഥയാണിത്. ഭരണം മാറിയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്നും BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് C. പുഷ്പരാജ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. സുജ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറയുടെ തൂൺ ഇടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. ഒഴൽമന്നം തെക്കേക്കര പെരിങ്കുന്നം ചെരിങ്കൽ പറമ്പിൽ 40 വയസ്സുള്ള രാമദാസാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കിണർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ കിണറിന്റെ ആൾമറയുടെ പില്ലർ താഴേക്ക് പതിക്കുകയായിരുന്നു. താഴേക്ക് വീണ പില്ലർ കിണറിനകത്ത് ചെളി കോരുകയായിരുന്ന രാമദാസിന്റെ തലയിലേക്കാണ് മറിഞ്ഞത്. കിണറിന്റെ മുകൾ ഭാഗത്ത് 2 പേർ പണിക്ക് നിന്നിരുന്നെങ്കിലും അവർ സുരക്ഷിതരാണ്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നെറ്റ് ഉപയോഗിച്ചാണ് രാമദാസിനെ പുറത്തെത്തിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കരയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് വാഴക്കോട് വളവിൽ ഇറങ്ങിയ കാട്ടാന വേലികളും മതിലും കൃഷിയും നശിപ്പിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയ്ക്ക് അരികിൽ വരെ എത്തിയാണ് കാട്ടാന മടങ്ങിയത്. ഇത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. വാഴക്കോട് വളവിൽ അത്താണിപ്പറമ്പിൽ വീട്ടിൽ ഷംസുവിന്റെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന കവുങ്ങ്, വാഴ, മഞ്ഞൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടുണ്ട്. വീടിനരികിലൂടെ നടന്നാണ് സംസ്ഥാന പാതയ്ക്കരികിൽ എത്തി മടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഷംസുവും കുടുംബവും ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിലില്ലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വന്നപ്പോഴാണ് കാട്ടാന ഇറങ്ങിയ വിവരം മനസ്സിലായത്. തുടർന്ന് വനംവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. കാട്ടാനയുടെ വിഹാര കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ഷംസു ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അപകടം തുടർക്കഥയായ ഓടന്നൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും സത്വര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തം. ജംഗ്ഷനിൽ ഓരോ ദിവസവും ഒന്നിലധികം വാഹനാപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാഹനാപകടങ്ങൾ തുടർക്കഥയായ ഓടന്നൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരക്കെ മുറവിളി ഉയരുന്നത്. കോട്ടായി, പാലക്കാട്, പറളി, ശാസ്താപുരം എന്നീ റോഡുകളുടെ സംഗമസ്ഥാനമായ ഓടന്നൂർ ജംഗ്ഷനിൽ ഓരോ ദിവസവും ഒന്നിലധികം വാഹനാപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുതുതായി റോഡിൽ വരുന്ന ഡ്രൈവർമാർക്ക് പ്രധാന റോഡ് ഏതാണെന്ന് അറിയാത്തതാണ് നിരന്തരമുള്ള അപകടത്തിന് കാരണമാകുന്നതെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് ഇവിടെ ഓടയിൽ കാറിടിച്ച് ഓട്ടോ യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും കാറിനും ഓട്ടോയ്ക്കും വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ പറളിയിൽ നിന്നും ശാസ്താപുരം ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ 2 റോഡുകളിലും
റബ്ബർ ഹമ്പ് സ്ഥാപിക്കണമെന്നും ഓടന്നൂർ ജംഗ്ഷനിലെ വ്യാപാരികളും ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും ആവശ്യപ്പെട്ടു. ജംഗ്ഷനിൽ വന്ന ശേഷമാണ് ഇവിടെ ഒരു മെയിൻ റോഡിൽ അറിയണമെന്നാണ് അപകടത്തിൽപ്പെട്ട വണ്ടിക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡിവൈഡർ വയ്ക്കുക, അതേമാതിരി ഇവിടെ ഒരു മെയിൻ റോഡ് ഉണ്ട് പറഞ്ഞാൽ സിഗ്നൽ ബോർഡുകൾ വയ്ക്കുക. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു എന്താ പറയുക ടയറിൻ്റെ ഹമ്പുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നിത്യ അപകട മേഖലയിൽ മാറിയല്ലോ. അവിടെ 2 ബോർഡ് വയ്ക്കും, ഒരു അപകട മേഖല എന്ന് എഴുതിയിട്ട് ആ ഇറക്കത്തിൽ തിരിവിൽ അവിടെ വയ്ക്കും. പിന്നെ ഇവിടെ 2 ബോർഡും വയ്ക്കും, ഒരു മറ്റേ പോലീസുകാരുടെ അതിൻ്റെ ഡിവൈഡർ അതിനാണ് പെടും. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ ഒരു 2 ഹമ്പ് എവിടെ ഏത് റോഡിലാണ്? പറളി റോഡിൽ നിന്നാണ് മെയിനായിട്ട് കയറുന്നത്. അപ്പോൾ ആ ഹമ്പ് ഇട്ടാൽ ആക്സിഡൻറ്റ് പരമാവധി കുറയ്ക്കാതെ. ഇപ്പോൾ ബൈപ്പാസിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെയാണ്. അതിനാണെങ്കിൽ പറളിയിൽ ഹമ്പ് ഉണ്ടല്ലോ, ഹമ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. പരമാവധി നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ തന്നെ ദിവസം ഒന്നരാടം ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കും. വാഹനാപകടങ്ങൾ നടന്നാൽ ബഹുഭൂരിഭാഗം കേസുകൾ തമ്മിൽ ഒത്തുതീർന്ന് സ്ഥലം വിടുന്നതിനാൽ അപകട കേസുകളൊന്നും കോട്ടായി പോലീസ് അറിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് കുളം നവീകരണത്തിനിടെ മണ്ണുമാന്തി യന്ത്രം ചേറിൽ താഴ്ന്നു. കണ്ണിയമ്പുറം കുഴിക്കാട്ടിൽ അയ്യപ്പൻകാവിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളത്തിലാണ് സംഭവം നടന്നത്. കുടുങ്ങിയ യന്ത്രത്തെ വലിച്ചു കയറ്റാനായി മറ്റൊരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് ശ്രമം നടത്തിയിരുന്നു. അതിനിടെ കുടുങ്ങിയ വാഹനത്തിന്റെ പകുതിയിലധികം ഭാഗവും ചേറിൽ താഴ്ന്നു പോകുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായിരുന്ന യുവാവാണ് ചേറിൽ താഴ്ന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇയാൾ മുകളിലെ റൂഫ് ഡോർ തുറന്നാണ് പുറത്തിറങ്ങിയത്. മറ്റു 3 ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങളും ഒരു ക്രെയിനും ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് കുടുങ്ങിയ വാഹനത്തെ കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോകകപ്പ് ഫുട്ബോൾ ആരവം മലപ്പുറത്തല്ല, അത് ഒറ്റപ്പാലത്താണ്. അർജന്റീന ഫാൻസ് 200 അടി ഫ്ലക്സ് ബോർഡ് മായനൂർ പാലത്തിന് സമീപം സ്ഥാപിച്ചപ്പോൾ ബ്രസീൽ ഫാൻസ് മറികടന്നത് 1300 സ്ക്വയർ ഫീറ്റ് അഡ്വർടൈസിംഗ് ഫ്ലോട്ട് ഫ്ലക്സാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സ്ഥാപിച്ചത്. ഏറ്റവും വലിയ ഫ്ലക്സ് തങ്ങളുടേതാണെന്നും ഇരു ഫാൻസുകാരും അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം ലോകകപ്പ് ലഹരിയിലാകുമെന്ന് ടീം ആരാധകർ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സാണ് ഒറ്റപ്പാലത്തുള്ളതെന്ന് അർജന്റീന ആരാധകർ അവകാശപ്പെട്ടു. ഏറ്റവും വലിയ ഫ്ലക്സ് തങ്ങളുടേതാണെന്ന് ബ്രസീൽ ആരാധകരും അവകാശപ്പെടുന്നു. തികച്ചും കളിയോടുള്ള സ്നേഹമാണ് ഫുട്ബോൾ ആരാധകർ ഞായറാഴ്ചയുടെ സായാഹ്നം ജനങ്ങൾക്ക് സമർപ്പിച്ചത്. ഇരുകൂട്ടരും അവരവർ സ്ഥാപിച്ച ഫ്ലക്സിന് മുന്നിൽ ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കി. ബ്രസീൽ ആരാധകരുടെ ബൈക്ക് റാലി ചിനക്കത്തൂർക്കാവ് മൈതാനത്തു നിന്നും തുടങ്ങി. കെ പ്രേംകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിനു വേണ്ടി ആവേശത്തോടെയാണ് കായിക പ്രേമികൾ രംഗത്ത് വരുന്നത്. വിശേഷിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ അവരുടെ ആരാധകരാണ് ലോകമെമ്പാടുമുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഫുട്ബോൾ പ്രേമികൾ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ കേരളത്തിലാണോ വേൾഡ് കപ്പ് നടക്കുന്നത് എന്ന് സംശയം തോന്നുന്ന നിലയിൽ മലയാളികളും ആവേശപൂർവം ലോകകപ്പിനെ വരവേൽക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയാണ്. പ്രിയ സുഹൃത്തുകൂടിയായിട്ടുള്ള അസ്കർ നേരത്തെ തന്നെ ബ്രസീൽ ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഇരുചക്രവാഹന റാലിയെ സംബന്ധിച്ചും ഘോഷയാത്രയെ സംബന്ധിച്ചുമെല്ലാം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഒറ്റപ്പാലം ടൗൺ സിറ്റി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു. കെ അസ്കർ അധ്യക്ഷത വഹിച്ചു. ലോകകപ്പിന് പന്തുരുളാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സുകൾ ഉയർത്തിയാണ് അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ ഞായറാഴ്ച ഒറ്റപ്പാലം നഗരത്തിൽ ലോകകപ്പിന്റെ ആവേശം കൊടിയേറ്റിയത്. ഞായറാഴ്ച വൈകിട്ട് മായന്നൂർ ജംഗ്ഷനിൽ ആവേശകരമായ റാലിയോടെയാണ് അർജന്റീന ആരാധകർ ഈ കൂറ്റൻ ഫ്ലക്സുമായി പ്രദേശത്തെത്തിയത്. അർജന്റീനയോട് ഒട്ടും വിട്ടുകൊടുക്കാൻ ബ്രസീൽ ആരാധകരും തയ്യാറായില്ല. കാലറിപ്പടയുടെ കരുത്ത് വിളിച്ചോതുന്ന 32 അടി വീതി 40 അടി ഉയരമുള്ള ഭീമാകാരമായ ഫ്ലക്സാണ് ബ്രസീൽ ആരാധകർ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഉയർത്തിയത്.
നേരത്തെ ടീം ഒറ്റപ്പാലം എന്ന പേരിൽ എല്ലാ രാജ്യങ്ങളുടെയും ആരാധകരെ അണിനിരത്തി സംയുക്തമായി റാലി നടത്താനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ലോകകപ്പിന്റെ ചൂട് കൂടിയതോടെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി തനിയെ തന്നെ കളം നിറയാൻ ആരാധകർ തീരുമാനിക്കുകയായിരുന്നു. ബ്രസീലും അർജന്റീനയും പുറമെ പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങി വമ്പൻ ടീമുകളുടെ ആരാധകരും ഒറ്റപ്പാലത്ത് ലോകകപ്പ് അവസ്മരണീയമാക്കിക്കൊണ്ട് ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പാലം പൂർണ്ണമായും ലോകകപ്പ് ലഹരിയിലാകുമെന്നാണ് ഒറ്റപ്പാലത്തിന്റെ ഉറപ്പ്. ഇപ്പൊ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പാലമാണ്, പാലക്കാടാണ്. അതിൻ്റെ ഒരു ആവേശം നിങ്ങളിവിടെ കണ്ടത്. കാരണം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആസ്വദനം ചെയ്തത്. ഇത് വളരെ ഭംഗിയായി മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു മാതൃകയായിക്കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ആളുകൾ ഉണ്ടാക്കാതെ ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ നടത്തി. വേൾഡ് കപ്പിന് വരവേൽപ്പ് കൊണ്ടുള്ള ഒരു ബാനർ റാലി ഞങ്ങളുടെ ഒരു 1300 ചോദ്യങ്ങളെ നോക്കും. 1300 അങ്ങോട്ട് നോക്കി എല്ലാവരും. വാട്സപ്പ് കൂട്ടായ്മ സ്പോൺസർമാരൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഒറ്റപ്പാലത്ത് 200 അടിന്റെ ഫ്ലെക്സ് കയറ്റിയിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് ആദ്യമായിട്ട് കട്ടൗട്ട് കൊടുന്നു ഒറ്റപ്പാലം അർജന്റീന ടീമാണ്. തൂക്കാൻ പറ്റുകയാണെങ്കിൽ ബ്രസീലുകാർക്ക് തൂക്കാൻ പറ്റുമോ? തൂക്കം കാണിച്ചാൽ ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ഷൊർണൂർ ഉപജില്ലയിലെ ഏക ഗവൺമെന്റ് വിദ്യാലയമാണ് ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ വിദ്യാലയത്തിൽ ഇത്തവണ കുട്ടികളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിജയം ശതമാനം ഉയർത്തുകയാണ് സ്കൂൾ അധികൃതരുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഭൗതിക സാഹചര്യവും വിജയശതമാനവും മെച്ചപ്പെട്ട ഒരു വിദ്യാലയമാണ് ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഷൊർണൂർ ഉപജില്ലയിലെ 100% വിജയം നേടിയ ഏക ഗവൺമെന്റ് സ്കൂൾ കൂടിയാണിത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ ആകെയുള്ള 3 ഹൈസ്കൂളുകളിൽ ഗണേശ്ഗിരിക്ക് മാത്രമാണ് 100% വിജയം. മുനിസിപ്പാലിറ്റി പരിധിയിലെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയാണിത്. അക്കാദമിക് നിലവാരം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാനിടയായെന്ന് HM ഇൻചാർജ് ലൂണ പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തലത്തിൽ SSLC പരീക്ഷയിൽ 100% കൈവരിച്ച ഏക സർക്കാർ വിദ്യാലയമാണ് BHS ഗണേശ്ഗിരി ഷൊർണൂർ. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിലും സ്കൂളുകളിലും ഉള്ള ഏക സർക്കാർ വിദ്യാലയം 100% ലഭിച്ച സ്കൂളാണ് നമ്മുടെ BHS ഷൊർണൂർ. കൂട്ടായ പ്രവർത്തനത്തിലൂടെയും അധ്യാപകരുടെ മികവുറ്റ കഴിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അടുത്ത അക്കാദമിക വർഷത്തിലും ഈ ഒത്തൊരുമ കൂട്ടായ പ്രവർത്തനത്തിലൂടെ 100% കൈവരിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്തവണ കുട്ടികളുടെ എണ്ണ വർധനയുണ്ടോ? അതുപോലെ തന്നെ മികച്ച അക്കാദമിക നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം കൂടുതൽ കുട്ടികളുടെ എണ്ണത്തിൽ വർധനമാണ് ഉണ്ടായത്. ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് SSLCക്ക് 100% വിജയം നേടാനായത്. കൂടുതൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതോടൊപ്പം ഇനിയും വിജയശതമാനം കൂട്ടാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ അധ്യാപകരുടെ കൂട്ടായ്മ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM കല്ലിപ്പാടം സൗത്ത് ബ്രാഞ്ചും NGO നഗർ ബ്രാഞ്ചും സംയുക്തമായി അമ്മിണി അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. CPM കല്ലിപ്പാടം സൗത്ത് ബ്രാഞ്ചും NGO നഗർ ബ്രാഞ്ചും സംയുക്തമായാണ് അമ്മിണി അനുസ്മരണവും SSLC +2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചത്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കന്മാരുടെ നിർബന്ധത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു കോഴ്സും തിരഞ്ഞെടുക്കണ്ട, കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതിലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ കൂടി അഭിപ്രായത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ചില ആളുകൾ രക്ഷിതാക്കന്മാർ ഇന്ന് പറഞ്ഞ തന്നെ കോഴ്സ് തന്നെ എടുക്കണം, ചിലപ്പോൾ അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. താല്പര്യമില്ലാത്തൊരു കോഴ്സ് അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഒരുപാട് അനുഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് രക്ഷിതാക്കന്മാരായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മക്കൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു, അപ്പം ഇനി ഏത് കോഴ്സാണ് എടുക്കുന്നത്? എന്താ കോഴ്സ്? അച്ഛനും അമ്മയും പറയാം സയൻസ് തന്നെ എടുക്കണം, സയൻസ് ഗ്രൂപ്പ്. കുട്ടിക്കാണെങ്കിൽ ഹ്യൂമാനിറ്റീസിനാണ് താല്പര്യം, ഹ്യൂമാനിറ്റീസ് എടുക്കണം. ആ താല്പര്യത്തിൽ തന്നെ പോകണമെന്നർത്ഥം. SSLC +2 വിജയികളവർക്കുള്ള ഉപഹാരങ്ങൾ P. മമ്മിക്കുട്ടി MLA വിതരണം ചെയ്തു. കൃഷ്ണൻ
STV ചാനലിന്റെ പേരുള്ള ഉപഹാരങ്ങൾ CEO ഇന്ദ്രജിത്ത് അനിൽ കുട്ടികൾക്ക് കൈമാറി. യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ M രൺദീഷ് പ്രഭാഷണവും CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി VK അനുരാജ് അമ്മിണി അനുസ്മരണവും നടത്തി. അജയ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KM ലക്ഷ്മണൻ, ശ്രീനിവാസൻ, ES കൃഷ്ണൻ, പ്രഭുദാസ്, ജിജിത്ത്, ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ ഗണേശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ +2 വിജയികളെ അനുമോദിക്കുന്നതിനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഗണേശ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെയാണ് ഓഡിറ്റോറിയത്തിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സംസ്കാരവും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ കൂടെയുള്ള സഹജീവികളെ നമ്മുടെ വളരെ അനുകമ്പയോടുകൂടി കാണുന്നതിനും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിനും ഒരു സമൂഹ ജീവിയായി ജീവിക്കുന്നതിനും വേണ്ട കഴിവാണ് വിദ്യാഭ്യാസത്തിലൂടെ ഓരോ പൗരനും നേടിയെടുക്കേണ്ടത്. അപ്പൊ തോറ്റുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. നമ്മൾ കൂടുതൽ നന്നായി പഠിച്ച് ചിലപ്പോൾ കുറച്ച് ഇപ്പൊ പരീക്ഷകളൊക്കെ ഉണ്ട്, അത് എഴുതി അടുത്ത ചാൻസിൽ തന്നെ സ്കൂളിൽ ചേരാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വിജയികൾക്കുള്ള ഉപഹാരവും എൻഡോമെന്റ് വിതരണവും ചെയർപേഴ്സൺ P നിർമ്മല, കൗൺസിലർ EP നന്ദകുമാർ എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് VN മനോജ് കുമാർ, SMC ചെയർപേഴ്സൺ നദീറ, MPTA പ്രസിഡന്റ് PM സലീമ, സ്റ്റാഫ് സെക്രട്ടറിമാരായ CN സിന്ധു, അരുൺ വിജീസ്, സ്റ്റാഫ് അസിസ്റ്റന്റ് K മധു, P ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ലേഖ ഗോവിന്ദൻ സ്വാഗതവും HM ഇൻചാർജ് A ലൂണ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കര DYFI കക്കോടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോത്സവവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC +2 വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രശാന്ത് വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫി വിതരണം നടത്തി. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജിൻസി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാനിബ്, KB സുധീർ, ജയരാജ്, കിരൺ, അജ്മൽ എന്നിവർ സംസാരിച്ചു. പാലക്കാട് പ്രസ് ക്ലബിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രസ് ക്ലബ്ബ് മുൻകാല ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു. 1966-2026 റീകണക്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം MLA സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാടിന്റെ സാമൂഹ്യ വികസനത്തിലും സാംസ്കാരിക മേഖലയിലും അടയാളമായി മാറിയ പാലക്കാട് പ്രസ് ക്ലബിന്റെ ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. ജനപ്രതിനിധികൾക്ക് ജനകീയ ആവശ്യങ്ങൾ എന്തെന്നും എങ്ങനെ ചെയ്യണമെന്നതിലും തീരുമാനമെടുക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മാധ്യമങ്ങൾ നൽകുന്ന അംഗീകാരത്തെ പോലെ തന്നെയാണ് വിമർശനങ്ങളെയും ഉൾക്കൊള്ളുന്നതെന്ന് MLA സുമേഷ് അച്യുതൻ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു. ക്ലബിന്റെ മുൻകാല ഭാരവാഹികളെ ഫലകം നൽകി ആദരിച്ചു. ക്ലബ് സെക്രട്ടറി ശ്രീനേഷ്, KUWJ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, ജില്ലാ ട്രഷറർ മുഹമ്മദ് അലി, മുൻ ഭാരവാഹികളായ ES സുഭാഷ്, ജോർജ് പൊടിപ്പാറ, ചന്ദ്രശേഖരൻ, പട്ടത്താനം ശ്രീകണ്ഠൻ, ഷില്ലർ സ്റ്റീഫൻ, SV അയ്യർ, CR ദിനേശ്, അബ്ദുൽ ലത്തീഫ്, നഹ, നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വന്തം പ്രയാസങ്ങളെ അവഗണിച്ച് സമൂഹത്തിന് സന്തോഷം പകർന്ന നടനാണ് സലീം കുമാർ എന്ന് PP സുമോദ് MLA അഭിപ്രായപ്പെട്ടു. നടൻ സലീം കുമാറിന്റെ സ്മരണാർത്ഥം കോട്ടായിയിൽ ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ 56 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സ്വന്തം പ്രയാസങ്ങളെ അവഗണിച്ച് സമൂഹത്തിന് സന്തോഷം പകരുകയും വേണ്ടുവോളം ചിരിപ്പിക്കുകയും ചെയ്ത അതുല്യ നടനായിരുന്നു സലീം കുമാർ എന്ന് PP സുമോദ് MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിര്യാതനായ സിനിമാ നടൻ സലീം കുമാറിന്റെ സ്മരണാർത്ഥം ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 56 ഫലവൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഏറെ ധന്യമായൊരു ചടങ്ങിലാണ് ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളിയെ സിനിമാ ലോകത്തെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് നമ്മളിൽ നിന്ന് ഇന്നലെ മൺമറഞ്ഞുപോയ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര നടൻ, ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സലീം കുമാറിന് 56 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി 56 മരങ്ങൾ ഇറാം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും പിന്നെ ഇവിടെ നിങ്ങളെല്ലാവരും കാണുന്ന പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്
പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകരായ റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ MK സുരേഷ്, ലീല ബാലകൃഷ്ണൻ, KK റഹ്മാൻ, അപ്പുക്കുട്ടൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുർശി, അബ്ദുറസാഖ് പത്തിരിപ്പാല എന്നിവർ സംസാരിച്ചു. കോട്ടായി പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹ കരുതൽ 2026 എന്ന പദ്ധതിയുടെ ഭാഗമായി പാഞ്ഞാളിലെ നിർധനരായ രോഗികൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വീൽ ചെയറുകൾ, വാക്കറുകൾ, വാട്ടർ ബെഡുകൾ, കിഡ്നി രോഗികൾക്കുള്ള ഡയാലിസിസ്, കിഡ്നി രോഗികൾക്കുള്ള മരുന്നുകൾ, ഡയാലിസിസ് കിറ്റുകൾ, സാമ്പത്തിക സഹായം എന്നിവയുടെ വിതരണം പാഞ്ഞാൽ വായനശാല ഹാളിൽ നടന്നു. നിരവധി രോഗികൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി ഈ ചടങ്ങ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ഭദ്രദീപം കൊളുത്തുകയും വീൽ ചെയറുകളും മറ്റു സാമഗ്രികളും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോനാത്തിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു ആദരം ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഞങ്ങളൊക്കെ ഇന്ന് ഏറെ അടിസ്ഥാനത്ത് കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്കമ്മ ചേച്ചി കൂടി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയധികം സന്തോഷമാണ്. അറിയാം, കുറേ കാലങ്ങളായി ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള തങ്കമ്മ ചേച്ചി രാഷ്ട്രീയത്തിലായാലും അതുപോലെ സംഘടനാപരമായിട്ടൊക്കെ തന്നെ ഏറ്റവും വലിയ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് തങ്കമ്മ ചേച്ചി. അപ്പം അവരോടൊപ്പം തന്നെ ഇത്തരം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത്, ഒരു ആദരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലൊക്കെയുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണീകൃഷ്ണൻ മുണ്ടനാട്ട് സ്നേഹക്കരുതൽ 2026 എന്ന പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത്, സീനിയർ വാർഡ് മെമ്പർ ഗിരിജ വല്ലഭൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ, പാഞ്ഞാൽ ഗ്രാമീണ വായനശാല ലൈബ്രറിയൻ K. അജിത എന്നിവരെ മൊമെന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ, റഫീഖ് പാറപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. അജിത K. സ്വാഗതവും മുകുന്ദൻ A. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലത്ത് കോടതി സമുച്ചയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ലോയേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോടതി പരിസരത്ത് വിശദീകരണ യോഗം നടത്തി. K. പ്രേംകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് മാസത്തിലാണ്, അതായത് ഭരണാനുമതിയുടെ കാലാവധി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പിന്നെ 3 മാസവും കഴിഞ്ഞാണ് നമുക്ക് 70 സെന്റ് സ്ഥലം നമുക്ക് കൈമാറി കിട്ടുന്നത്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അദ്ദേഹം തന്നെ ഈ കോടതി വളപ്പിൽ വന്ന് നേരിട്ട് അതിൻ്റെ രേഖ കൈമാറിയത് നമ്മുടെ എല്ലാം ഓർമ്മയിലുണ്ടാകും. തുടർന്ന് അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ അവിടെ അതിൻ്റെ മണ്ണ് പരിശോധനാ ഘട്ടത്തിലേക്ക് പോയി. സാധാരണ നിലയിലുള്ളതിനേക്കാൾ വളരെ വേഗതയിൽ മണ്ണ് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് വന്നു. 3-4 ദിവസം മുമ്പാണ്, ഈ ജൂൺ മാസത്തിലാണ് മണ്ണ് പരിശോധന റിപ്പോർട്ട് ഡിസൈൻ സിഇക്ക് സമർപ്പിച്ചത്. ഒരു 5 ആഴ്ചയോളം സമയമെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ച് കിട്ടാൻ. AILU സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. ജയൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് PM ജയ, AIL യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് N. രാഗേഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP മുരളീധരൻ സ്വാഗതവും സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് K. ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചടുലതാളത്തിന്റെ ആവേശത്തിൽ കൊട്ടിക്കയറി ചെണ്ട അഭ്യസിക്കുന്ന പഠന വിദ്യാർത്ഥികൾ. 7 വിദ്യാർത്ഥികൾ ഓങ്ങല്ലൂർ ശ്രീ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പുതിയ ഉയരങ്ങളിലേക്ക് ചുവടുറപ്പിച്ച കുട്ടികളുടെ ചെണ്ടമേളം ആസ്വാദകരുടെ മനം കവർന്നു. ഞായറിന്റെ സായാഹ്നം ഓങ്ങല്ലൂരിലെ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രാങ്കണം. വിദ്യാർത്ഥികളായ ചെണ്ട അഭ്യസിക്കുന്ന 7 പേരുടെ ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം. ദക്ഷിണ സ്വീകരിച്ച ശേഷം കുട്ടികൾക്ക് ചെണ്ടക്കോലുകൾ നൽകിയതോടെ ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റത്തിന് തുടക്കം. കൈവഴക്കത്തിന്റെ ചടുലതാളത്തിൽ ആവേശത്തോടെ കുട്ടികൾ കൊട്ടിക്കയറി കൂടുതൽ ഉയരങ്ങളിലേക്ക്.
കലാമണ്ഡലം ദേവരാജിന്റെയും കുട്ടികളെ ചെണ്ട അഭ്യസിപ്പിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ കൊട്ടിക്കയറ്റവും ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റവും. ഓങ്ങല്ലൂർ കലാകേന്ദ്രം വാദ്യസംഘത്തിലെ ആദിദേവ്, അശ്വിൻ, അകുൽ, ദിൽജിത്ത്, വാടനാകുറിശി ശ്യാം, സൗരവ് ഗണേശ്, യദുകൃഷ്ണ എന്നിവരാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. 1.25 മണിക്കൂറോളം നീണ്ട കുട്ടികളുടെ ചെണ്ടമേളം ആസ്വദിക്കാൻ നിരവധി പേർ സന്നിധരായിരുന്നു. പുതിയ ഉയരങ്ങളിലേക്ക് ചൂടുറപ്പിച്ച കുട്ടികളുടെ ചെണ്ടമേളം ആസ്വാദകരുടെയും മനം കവർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ലോകകപ്പ് വിളംബര റാലിക്ക് 13-ന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിന്റെയും ഒറ്റപ്പാലം പ്രസ് ക്ലബിന്റെയും NSS കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും സഹകരണത്തോടെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്വീകരണ പരിപാടിയിലും ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് നടക്കുന്ന ലോകകപ്പ് വിളംബര ഘോഷയാത്രയിലും ഫുട്ബോൾ ആരാധകർക്കും പങ്കെടുക്കാം. ടീം അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങളുടെ ബാനറുകൾക്ക് പിന്നിൽ അണിനിരന്നാണ് ആരാധകർ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് വരെയാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷനുള്ള സമയപരിധി. സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു സ്പോർട്സ് എന്ന മുദ്രാവാക്യമായാണ് പരിപാടി. 13-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് LSN സ്കൂൾ പരിസരത്തു നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര നഗരസഭാധ്യക്ഷ MK ജയസുധ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുന്നിൽ 48 രാജ്യങ്ങളുടെയും പതാകയേന്തിയ സ്പോർട്സ് താരങ്ങൾ അണിനിരക്കും. 10 അടി വലിപ്പമുള്ള ലോകകപ്പിന്റെയും കൂറ്റൻ ഫുട്ബോളിന്റെയും രൂപങ്ങളും മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നീ താരങ്ങളുടെ കട്ടൌട്ടുകളും റാലിക്ക് അകമ്പടിയാകും. പിന്നിൽ വിവിധ രാജ്യങ്ങളുടെ ആരാധകർ അണിനിരക്കും. ഏറ്റവും മികച്ച രീതിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന 3 സംഘങ്ങൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കും. ഘോഷയാത്ര മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്ത് സമാപിക്കും. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും നടക്കും. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ജനറൽ കൺവീനർ മനോജ് സ്റ്റീഫൻ, ചെയർമാൻ മുഹമ്മദ് അഫ്സൽ, K. രാഗേഷ്, MP സുൽഫിക്കർ, M. ഉമ്മർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഈ വരാൻ പോകുന്ന വേൾഡ് കപ്പിനെ കളറാക്കാനും വരവേൽക്കാനും വേണ്ടിയിട്ട് ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്താകമാനം ഒരു വിളംബര റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്നത് സേ ടു നോ ഡ്രഗ്സ്, യെസ് ടു സ്പോർട്സ്, സ്പോർട്സാണ് ലഹരി എന്നാണ് നമ്മൾ വയ്ക്കുന്ന മുദ്രാവാക്യം. ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് വെച്ച് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ഇന്ന് കാസർഗോഡ് ജില്ലയിലുള്ള പര്യടനം. ഈ വരുന്ന 13-ാം തീയതി റാലി ഒറ്റപ്പാലത്ത് എത്താണ്. ഒറ്റപ്പാലത്ത് നടത്തുന്ന വിളംബര റാലിക്ക് AKSന്റെ ഒപ്പം ചേരുന്നത് ഒറ്റപ്പാലം താലൂക്ക് പ്രസ് ക്ലബും ഒപ്പം തന്നെ ഒറ്റപ്പാലം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒറ്റപ്പാലം യൂണിറ്റും ഒറ്റപ്പാലം NSS കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ കുട്ടികളും അണിചേർന്നുകൊണ്ടാണ് ഈ റാലി ഒറ്റപ്പാലം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുണ്ടൂരിൽ മുണ്ടൂർ കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം എഴുതിയ മിക്ക കഥകളെയും ലോകോത്തര നിലവാരത്തിൽ എത്തിക്കാൻ മുണ്ടൂർ കൃഷ്ണൻകുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ബെന്യാമിൻ പറഞ്ഞു. ഗ്രീസിലെ റീറ്റ് എന്ന ദ്വീപ് കാണാൻ പോയിട്ടുള്ള ഒരാളാണ്. കാഫ്കയുടെ പ്രാഗ് കാണാൻ പോയിട്ടുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ ദേശങ്ങൾ, പല ദേശങ്ങളിൽ പോകുമ്പോൾ അവരുടെ മ്യൂസിയങ്ങൾ, അമേരിക്കയിൽ ചെന്നപ്പോൾ ഹെമിംഗ്വേയുടെ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ടായി. അയർലൻഡിൽ പോയപ്പോൾ ജെയിംസ് ജോയ്സിന്റെ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ടായി. ലിസ്ബണിൽ പോയപ്പോൾ ഷൂസൈസർമാരുടെ മ്യൂസിയം കാണാനുള്ള അവസരമുണ്ടായി. എഴുത്തുകാരുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വായനയിലേക്ക് പ്രേരിപ്പിച്ച നമ്മുടെ വായന ഇപ്പോഴും ഹരം കൊണ്ട് നടക്കുന്ന എഴുത്തുകാരെ അവരുടെ പ്രിയപ്പെട്ട ഇടങ്ങൾ കാണുക എന്നത്. സ്മാരക ട്രസ്റ്റും മുണ്ടൂർ യുവപ്രഭാത് വായനശാലയും ചേർന്ന് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ S. ശെൽവരാജൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് MB മിനി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡ് തുന്നൽക്കാരൻ എന്ന ചെറുകഥ സമാഹാരം രചിച്ച TP വേണുഗോപാലിന് സാഹിത്യകാരൻ വൈശാഖൻ കൈമാറി. സ്വരലയ സെക്രട്ടറി TR അജയൻ കൃതി പരിചയപ്പെടുത്തി.
TP വേണുഗോപാലിനുള്ള ആദരപത്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശശികുമാർ സമർപ്പിച്ചു. 25,000 രൂപയും ചിത്രകാരൻ ഷഡാനൻ ആനിക്കത്ത് രൂപകൽപ്പന ചെയ്ത ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. T. വേണുഗോപാലൻ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു, ഗീത സതീഷ്, അഡ്വക്കേറ്റ് രാജേഷ് പനങ്ങാട് എന്നിവർ സംസാരിച്ചു. ഗായിക ചിത്ര അരുൺ ഗാനം ആലപിച്ചു. യുവ പ്രഭാത് വായനശാലയുടെയും ട്രസ്റ്റിന്റെയും സെക്രട്ടറി P. ചന്ദ്രശേഖരൻ സ്വാഗതവും ട്രസ്റ്റ് ട്രഷറർ P. രഘുനാഥൻ നന്ദിയും പറഞ്ഞു. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ, കഥാകൃത്തുക്കളായ TK ശങ്കരനാരായണൻ, MK മനോഹരൻ, മുണ്ടൂർ സേതുമാധവൻ, കരീം മാസ്റ്റർ മുണ്ടൂർ എന്നിവർ പങ്കെടുത്തു. മുണ്ടൂർ കൃഷ്ണൻകുട്ടിയെ സ്നേഹിക്കുന്ന വലിയ ജനക്കൂട്ടവും സദസ്സിൽ തിങ്ങി നിറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊട്ടായി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ CDS സമുന്നതി പദ്ധതിയുടെ ഭാഗമായി കല്ലോട് പ്രദേശത്ത് ചെണ്ടുമല്ലി പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ റിൻസി അനീഷ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുധേഷ്ണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാബു അധ്യക്ഷത വഹിച്ചു. മെന്റർ ശ്രുതി ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ഷൊർണൂർ ചുഴുവാലത്തൂർ ചക്കുന്നത്ത് രാമേന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു വായനശാലയുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിയുകയെങ്കിൽ അത്തരം ഇടപെടലുകൾ നടത്തി വളരെ നല്ല രീതിയിൽ ഒരു സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവിധ പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. വായനശാലകളും അതുപോലെ തന്നെ ക്ലബ്ബുകളും ഒരു സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ഇത്. അത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനമാണ് വായനശാലകളായാലും മറ്റു ക്ലബ്ബുകളായാലും ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെയധികമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു വായനശാലയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ പ്രവർത്തനം നമ്മുടെ ഗവൺമെന്റുകൾക്ക് താഴെത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് എല്ലാ ഏരിയയിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വായനശാല സെക്രട്ടറി K. വിനോദ് സ്വാഗതം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് KN സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വാർഡ് കൗൺസിലർ KM ലത, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽകുമാർ, ഷൊർണൂർ നഗരസഭ ADS ചെയർപേഴ്സൺ വിദ്യ, പ്രൊഫസർ P. സുമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗം K. ശങ്കരനാരായണൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഞാറക്കോട് വായനശാല സാംസ്കാരിക വേദിയും മെമ്പർ കെയർ പദ്ധതിയുമായി ചേർന്ന് എന്റെ ഗ്രാമം സുന്ദരഗ്രാമം പദ്ധതി ആരംഭിച്ചു. മണ്ണൂർ ഞാറക്കോട് തോട്ടുപാലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ നിർവഹിച്ചു. വാർഡ് മെമ്പർ NK കൃപേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം OV സ്വാമിനാഥൻ മുഖ്യാതിഥിയായിരുന്നു. വായനശാല സെക്രട്ടറി NS ബ്രിജേഷ്, പ്രസിഡന്റ് NC രാജേഷ് കുമാർ, ദേശീയ കമ്മിറ്റി ഭാരവാഹി NN രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഞാറക്കോട് തോട്ടുപാലത്തിന് ഇരുവശങ്ങളിലായി 100ഓളം പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചു. ഗ്രാമത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ആദ്യഘട്ടത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന് മെമ്പർ കെയർ കൺവീനർ NK കൃപേഷ് കുമാർ പ്രഖ്യാപിച്ചു. 50ലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചരമം. പിരായിരി കൊടിന്തിരിപ്പുള്ളി പള്ളിത്താനാകത്ത് വീട്ടിൽ പരേതനായ ഹനീഫ വൈദ്യരുടെ ഭാര്യ സുലൈഖ നിര്യാതയായി. 72 വയസ്സായിരുന്നു. മക്കൾ ഷക്കീല, അബ്ദുൾ റഷീദ്, അബ്ദുൾ റഹീം, അബ്ദുൾ റഫീഖ്, ഷെറീന, അബ്ദുൾ ഹക്കീം. മരുമക്കൾ ഷെയ്ഖ് അബ്ദുൾ ഖാദർ, സുഹീർ, സെബിയ, റുബീന, ഷിജില, ഷമീമ. പെരിങ്ങോട്ടുകുറിശി ഒട്ടരികാട് മെഹബൂബ് ജാൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഭാര്യ ബി ഫാത്തിമ. മക്കൾ ഗുലാബ് ജാൻ, മരുമകൻ നൌഷാദ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് പാലക്കാട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാവുന്ന നഷ്ടം കണക്കാക്കിയ സർക്കാർ സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നഷ്ടം കൂടി കണക്കാക്കി പാക്കേജ് അനുവദിക്കണമെന്നും സ്വകാര്യ ബസ് ഉടമ സംഘടന. ഇന്ധന വില വർധനവിന് പുറമെ വിവിധ നികുതി വർധനവും ഗതാഗത പരിഷ്കാരവും തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നും നേതാക്കൾ. ഇന്ധനവില അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെട്രോളിയം കമ്പനികളുടെ വില നിയന്ത്രണ അധികാരം എടുത്തുകളയണമെന്ന CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ്. ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവകളും നികുതികളും കുറയ്ക്കണമെന്നും ടി.കെ. നൌഷാദ്. പെട്രോൾ വില വർധനവിനെതിരെ CITU-വിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ വാണിയംകുളത്തും CITU-വിന്റെ പ്രതിഷേധം. ഒറ്റപ്പാലത്ത് തെരുവുനായയുടെ ആക്രമണം 7 പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായയ്ക്ക് പേവിഷബാധ ഉള്ളതായും സംശയം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അഴിമതിയുടെ ധൂർത്തും അനീതിയും UDF സർക്കാർ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. LDF സർക്കാരിന്റെ ജനവിരുദ്ധ ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കൊടിക്കുന്നിൽ സുരേഷ്. KPCC പ്രസിഡന്റ് ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റിനായി താൻ വാദമുന്നയിച്ചിട്ടില്ലെന്നും KPCC-യിലും DCC-കളിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. കുളപ്പള്ളി പട്ടാമ്പി ഹൈവേ റോഡ് പണി ഉടൻ പൂർത്തിയാക്കണമെന്ന ഭാരതീയ മസ്ദൂർ സംഘ്. ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് 5 വർഷം പിന്നിട്ടെന്നും LDF സർക്കാരിന്റെ അനാസ്ഥയാണ് റോഡ് പ്രവൃത്തി നീളാൻ കാരണമെന്നും ഭരണം മാറിയ സാഹചര്യത്തിൽ റോഡ് ഉടൻ പൂർത്തിയാക്കണമെന്നും BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ്. BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് സമ്മേളനം ഓങ്ങല്ലൂരിൽ. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന അംഗങ്ങൾക്കും പ്രത്യേക സീറ്റുകൾ അനുവദിക്കണമെന്നും 12 കോച്ചുകളിൽ നിന്ന് 16 കോച്ചുകളാക്കി ഉയർത്തണമെന്നും വള്ളത്തോൾ നഗർ ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾക്കായി മുടങ്ങുന്ന ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓടിക്കണമെന്നും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് വള്ളത്തോൾ നഗറിൽ നൂറുകണക്കിന് യാത്രക്കാർ വലയുകയാണെന്നും ഭാരവാഹികൾ. സ്റ്റോപ്പില്ലാത്ത 62ഓളം ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ വഴി കടന്നുപോകുന്നുണ്ടെന്നും ഇതിൽ ചില വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുമെന്നും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറയുടെ തൂണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. മരിച്ചത് കുഴൽമന്നം തെക്കേക്കര പെരിങ്കുന്നം ചെരിങ്കൽ പറമ്പിൽ 40 വയസ്സുള്ള രാമദാസ്. അപകടം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് കുളം നവീകരണത്തിനിടെ മണ്ണുമാന്തി യന്ത്രം ചേറിൽ താഴ്ന്നു. മുള്ളൂർക്കരയിൽ ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവ് കാഴ്ച. മുള്ളൂർക്കര വാഴക്കോട് വളവിൽ ഇറങ്ങിയ കാട്ടാന വേലികളും മതിലും കൃഷിയും നശിപ്പിച്ചു. അപകടം തുടർക്കഥയായ കോട്ടായി ഓടനൂർ ജംഗ്ഷനിൽ അപകടം കുറയ്ക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്നും സത്വര നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. ജംഗ്ഷനിൽ ഓരോ ദിവസവും ഒന്നിലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പ്രദേശവാസികൾ. ലോകകപ്പ് ഒറ്റപ്പാലത്ത് ഫ്ലക്സ് യുദ്ധവും അവകാശവാദവും. ഫുട്ബോൾ ആവേശം മലപ്പുറത്തെ മറികടന്ന്. അർജന്റീന ഫാൻസിന്റെ 200 അടി ഫ്ലക്സിനെ മറികടക്കാൻ ബ്രസീൽ ആരാധകർ സ്ഥാപിച്ചത് 1300 സ്ക്വയർ ഫീറ്റ് അഡ്വർടൈസ്ഡ് ഫ്ലോട്ട് ഫ്ലക്സ്. ഏറ്റവും വലിയ ഫ്ലക്സുകൾ തങ്ങളുടേതെന്ന് ടീം ആരാധകർ. ഒറ്റപ്പാലം ലോകകപ്പ് ലഹരിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.